ഹലോ ഗൈസ്, ഞാൻ മിസ്റ്റർ ടോക്കറ്റീവ്. ഞാനിപ്പോൾ ഉള്ളത് മാൾട്ടയിലാണ്. ഞാൻ ഈ മാൾട്ടയിൽ വന്നിട്ടിപ്പം 1 വർഷം കഴിഞ്ഞു. എനിക്കൊന്ന് ഞാൻ യൂട്യൂബിൽ വീഡിയോസ് ഇട്ടിട്ടും 1 വർഷം കഴിഞ്ഞു. അതുകൊണ്ടാണ് ഈ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് കുറേ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്തത്. മാൾട്ട എന്ന ഈ കൊച്ചു കൺട്രി മെഡിറ്ററേനിയൻ സീനിലുള്ള വളരെ ഒരു കൊച്ചു ഐലൻഡാണ്. ഞാൻ ഈ ഐലൻഡിൽ വരുന്നത്, ഞാൻ എൻ്റെ മാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്തത് ലാറ്റ്വിയയിലാണ്. ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെൻറ്റിലാണ് കംപ്ലീറ്റ് ചെയ്തത്. നേരത്തെ എൻ്റെ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്കറിയാം. അപ്പോൾ അവിടെ നിന്ന് ഞാൻ കുറച്ച് നാൾ ജർമ്മനിയിലൊക്കെ പോയി നിന്ന് അവിടെ നിന്ന് ഒരു ജോബ് കിട്ടി. ഇവിടെ ഒരു ജർമ്മൻ കമ്പനിയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ലിഡിൽ എന്ന് പറഞ്ഞ കമ്പനിയിൽ സേഫ്റ്റി ആൻഡ് മെയിൻ്റനൻസ് ഫീൽഡിലാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ 1 വർഷം കഴിയുന്നു ഇവിടെ വന്നിട്ട്. അപ്പോൾ ഈ കൺട്രീനെ പറ്റിയിട്ട് നിങ്ങൾ പലയിടത്തും കേട്ടിട്ടുണ്ടാവും. കേരളത്തിൽ ഒരു 2016 കഴിഞ്ഞതിന് ശേഷം തൊട്ട് ഏറ്റവും കൂടുതൽ ഹിറ്റായി ഒരുപാട് പേര് സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു കൺട്രിയാണ് മാൾട്ട. അപ്പോൾ ഈ കൺട്രിയെ പറ്റി ഇപ്പോഴും ഒരുപാട് പേര് അന്വേഷിക്കുന്നുണ്ട്. എങ്ങനെ ഇവിടെ സ്കിൽഡ് കാറ്റഗറി, അൺസ്കിൽഡ് കാറ്റഗറി വർക്കിന് വരാൻ പറ്റും, സ്റ്റുഡൻ്റായിട്ട് വരാൻ പറ്റും, എങ്ങനെ മാൾട്ടയിൽ എത്തിപ്പെടാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. നിങ്ങൾ ഇതുവരെ കേട്ടിട്ടുള്ളതും ചിലപ്പോൾ കേൾക്കാത്തതും അറിഞ്ഞിട്ടുള്ളതും അറിഞ്ഞുകൂടാത്തതുമായ കാര്യങ്ങൾ ഈ വീഡിയോയിലുണ്ടാവും. ഇച്ചിരി വലിയ വീഡിയോ ആയിരിക്കും, കാരണം ഞാനിത് ഒറ്റ ദിവസം ഒറ്റ ഷോട്ടിൽ എടുക്കുന്ന വീഡിയോ അല്ല, പല സമയത്തായിട്ട് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തെടുക്കുന്ന വീഡിയോ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് വലിയ വീഡിയോ ആയിരിക്കും. പക്ഷേ ഈ വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കാണുന്നത് കൊണ്ട് നിങ്ങൾക്ക് പ്രയോജനം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾക്ക് വേണ്ടി കൂടെ ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. ഒരു ഇൻഫോർമേറ്റീവ് കംപ്ലീറ്റ് വ്ളോഗാണ്. 1 വർഷത്തെ കഴിഞ്ഞെടുക്കുന്ന വീഡിയോ ആയതുകൊണ്ടും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ആയതുകൊണ്ടും കുറച്ച് വലിച്ചു നീട്ടലിൽ നിങ്ങളെയും കൂടെ പിടിച്ചിരുത്തി കാണിക്കാനുള്ള പ്ലാനാണ്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടോ. മൾട്ടനെ പറ്റിയിട്ടുള്ള ഒരു ഓവറോൾ ഐഡിയ, ജെന്യുവൻ ആയിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നും പെർസ്പെക്റ്റീവിൽ നിന്നും മറ്റുള്ളവർ പറഞ്ഞ അറിവുകളിൽ നിന്നുമുള്ള ഒരു രത്ന ചുരുക്കമാക്കാൻ ശ്രമിക്കാം ഈ ഒരു വീഡിയോ. അപ്പോൾ മജ വെൽക്കം ടു ദ വ്ളോഗ്. മാൾട്ടനെ പറ്റി പറയുകയാണെങ്കിൽ മാൾട്ട വളരെ ചെറിയൊരു കൺട്രിയാണ്. ഏകദേശം 27 കിലോമീറ്റർ ചുറ്റളവ് മാത്രമേ ഉള്ളൂ. നമുക്ക് ഒരു എൻഡിൽ നിന്ന് മറ്റേ എൻഡിലേക്ക് പോകാൻ ഏകദേശം 45 മിനിറ്റ് ധാരാളം. ഇവിടെ ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് മാൾട്ടീസും ഇംഗ്ലീഷ് ലാംഗ്വേജുമാണ്. മാൾട്ടീസുകാരെ പോലെ തന്നെ ഇവിടെ ഇറ്റാലിയൻസും ഉണ്ട്. ഇനി 4 മാൾട്ടീസുകാരന് ഒരു ഫോറിനർ എന്ന നിലയിൽ നമ്മൾ തേർഡ് കൺട്രി നാഷണൽസ് ഇവിടെ ഉണ്ട്. സ്റ്റുഡൻസും വർക്ക് വിസയിലും വരുന്ന ഒരുപാട് മലയാളീസും ഇന്ത്യൻസും പാകിസ്ഥാനീസും ഒക്കെ ധാരാളമായിട്ട് ഇവിടെ ഉണ്ട്. ഇനി സ്റ്റുഡൻസിനെ പറ്റിയ ഒരു ആംബിയൻ്റ് സ്പോട്ടാണോ മാൾട്ട എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേരിയസ് ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. വർക്ക് വിസകൾക്ക് പറ്റിയതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്കിൽഡ് അൺസ്കിൽഡ് കാറ്റഗറിയിൽ 2018 തൊട്ട് 2022, 2023 വരെ ഒരുപാട് പേര് വന്ന് ചേക്കേറിയ സ്ഥലം കൂടിയാണ് മാൾട്ട. എബ്രോഡ് സ്റ്റഡി പെർസ്പെക്റ്റീവിൽ സ്റ്റുഡൻസിന് മാൾട്ട എങ്ങനെ ബെനിഫിഷ്യൽ ആകുമെന്ന് ചോദിക്കുമ്പോഴാണ് നമ്മൾ ഈ ഡിപ്ലോമ കോഴ്സസിൻ്റെ റോൾ എടുക്കുന്നത്. എസ്പെഷ്യലി ഇംഗ്ലീഷിൽ 1 ഇയർ അല്ലെങ്കിൽ 1 ഇയറിന് താഴെയുള്ള ഡിപ്ലോമ കോഴ്സസ് UG ആണെങ്കിലും PG ലെവൽ ആണെങ്കിലും പ്രൊവൈഡ് ചെയ്യുന്ന യൂറോപ്യൻ കൺട്രീസ് വളരെ കുറവാണ്. അവിടെയാണ് മാൾട്ടയ്ക്ക് ശരിക്കും റോൾ വരുന്നത്. ഇനി അത് മാത്രമല്ല, ഒരു 45% to 55% മാത്രമേ പ്രീവിയസ് ബാക്ക്ഗ്രൗണ്ടിൽ മാർക്കുള്ളൂ എന്നുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ, ഇയർ ഗ്യാപ്പ് ഓൾറെഡി ഉണ്ട്, ഏജ് ഓവർ ആയി എന്ന് തോന്നുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഉള്ളവർക്കൊക്കെ അഡ്മിഷൻസ് കിട്ടാനാണെങ്കിലും യൂറോപ്പിലേക്ക് ഒരു ബ്രിഡ്ജിങ് എന്ന യൂറോപ്പിലേക്ക് ഒരു ബ്രിഡ്ജ് ഇട്ട് വരാനാണെങ്കിലും മാൾട്ട ബെനിഫിഷ്യലാണ്. പിന്നെ ഇത് ഒരു അഫോർഡബിൾ കാറ്റഗറിയിൽ വരുന്നതാണ്. ഇപ്പം ഡിപ്ലോമ കോഴ്സസ് ഒക്കെ ആണെങ്കിൽ എൻ്റെ അറിവിൽ ഒരു 6.5 ലക്ഷം മുതൽ 7.5 ലക്ഷം രൂപയുടെ കാറ്റഗറിയിൽ ഡിപ്ലോമ കോഴ്സസ് വരുന്നുണ്ട്. ഇനി MBS എടുക്കാനാണെങ്കിൽ ഒരു 7.5 മുതൽ 8 ലക്ഷം രൂപയുടെ ഓവറോൾ എക്സ്പെൻസിൽ MBA കോഴ്സസ് അവൈലബിൾ ആണ്. ഇനി എഞ്ചിനീയറിംഗോ മറ്റ് കോഴ്സസ് ആണെങ്കിൽ പോലും ഇവിടെ അവൈലബിൾ ആണ്. ഇനി MBBS പഠിക്കാനും ഇവിടെ അവൈലബിൾ ആണ്. പക്ഷേ മാൾട്ടയിലെ ലെജിറ്റ് യൂണിവേഴ്സിറ്റീസിൻ്റെ എണ്ണം വളരെ കുറവാണ്, ലിമിറ്റഡ്. ആകെ 27 കിലോമീറ്ററിനകത്ത് ഉൾക്കൊള്ളാൻ പറ്റുന്ന അത്ര യൂണിവേഴ്സിറ്റീസിൽ വരത്തുള്ളൂ. പിന്നെ ഒരുപാട് പ്രൈവറ്റ് കോളേജസ് ഉണ്ട്. UK കാണുന്ന പോലെ ഓരോ ബിൽഡിങ്സിൽ ഓരോ ഫ്ലോറുകളിലായിട്ട് ഒരുപാട് പ്രൈവറ്റ് കോളേജസ് ഉണ്ട്. ഇതൊക്കെ മാൾട്ടയിലേക്ക് അല്ലെങ്കിൽ യൂറോപ്പിലേക്കുള്ള ഒരു ബ്രിഡ്ജിങ് ആയിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പോസിബിലിറ്റീസ് സ്റ്റഡി അബ്രോഡിനുണ്ട്. ഇനി അങ്ങനെ സ്റ്റഡി അബ്രോഡിന് ഒരു സ്റ്റുഡൻറ്റ് മാൾട്ടയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ പാർട്ട് ടൈം കിട്ടുമോ, ഇവിടെ ജോബ് കിട്ടുമോ എന്നുള്ള ചോദ്യങ്ങൾ വളരെ കോമൺ ആണ്. പാർട്ട് ടൈം ഫൈൻഡിങ് എന്ന് പറയുന്നത് മാൾട്ടയിലെന്നല്ല, ഓവറോൾ യൂറോപ്പിൽ ഇപ്പോൾ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. മാൾട്ടയിൽ പൊതുവേ പാർട്ട് ടൈം കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ്. അതൊരുത്തരുടെ ഭാഗ്യവും ഓരോരുത്തരുടെ കോൺടാക്ട്സും ആണ്. ഇപ്പോൾ നിങ്ങൾ ഇവിടെ വരുന്നുണ്ടെങ്കിൽ നല്ല കോൺടാക്ട്സ് കിട്ടി നിങ്ങൾക്ക് പെട്ടെന്ന് ആരെങ്കിലും ഒരിടത്ത് റെഫർ ചെയ്ത് ജോബിന് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധ്യത കൂടുതലാണ് പെട്ടെന്ന് കിട്ടാനായിട്ട്. ഇല്ലെങ്കിൽ 5 മാസമായിട്ടും 6 മാസമായിട്ടും പാർട്ട് ടൈം കിട്ടാത്ത ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്, സ്ട്രഗിൾ ചെയ്യുന്നവരുണ്ട്. ഇനിയും പാർട്ട് ടൈം കിട്ടിയാലുള്ളൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ഞാൻ പറയും. ഇപ്പോൾ ലാറ്റ്വിയ, ലിത്വാനിയ, പോളണ്ട് പോലുള്ള കൺട്രീസ് നോക്കുകയാണെങ്കിൽ അവിടുത്തെ മിനിമം വേജസ് എന്ന് പറയുന്നത് നമുക്ക് ഒരു ബാച്ചിലർ സ്റ്റുഡൻസിനാണെങ്കിൽ ഒരു 600 to 700 euros പറയാം. മാസ്റ്റേഴ്സിനാണെങ്കിൽ 1000 above കിട്ടും. മാൾട്ടയിലാണെങ്കിൽ ഏറ്റവും മിനിമം വേജ് 900 euro കൈ കിട്ടേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഒരു ബിറ്റ് എക്സ്പെൻസീവ് ആണ് മാൾട്ട കേട്ടോ. നമുക്കൊരു 350 euro to 400 euro എന്തായാലും മന്ത്ലി എക്സ്പെൻസ് ഉണ്ട്. ബാക്കി വരുന്ന ഒരു 500 to 600 euro നമുക്ക് സേവ് ചെയ്യാൻ പറ്റും മാൾട്ടയുടെ കേസിൽ. അപ്പോൾ നമുക്ക് ഫീസും കാര്യങ്ങളും അടയ്ക്കാം. ഇനി 1 ഇയർ കോഴ്സസ് ആണ് കൂടുതലുള്ളത് കൊണ്ട് തന്നെ ഇവിടെ ജോലി കിട്ടാനുള്ള സാധ്യത, ഞാൻ പറയുന്നത് പാർട്ട് ടൈം അല്ല, പക്ഷേ ഒരു പ്രൊഫഷണൽ ജോലി കിട്ടാനുള്ള സാധ്യത, ഇപ്പോൾ ഏത് ഫീൽഡ് ആയിക്കോട്ടെ, ലോജിസ്റ്റിക്സ് ആയിക്കോട്ടെ, എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ, HR ഫിനാൻസോ മാർക്കറ്റിങ്ങോ, അങ്ങനെ ഏത് ഫീൽഡിലാണ്. IT അത്രയ്ക്ക് അങ്ങോട്ട് ഹൈപ്പില്ല. ITക്ക് കുറച്ച് ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഇല്ലെന്നല്ല, ഓപ്പർച്യൂണിറ്റീസ് IT ഹബ്ബ് ഇവിടെ കുറവാണ്.
ബാക്കി പറയുന്ന ഫീൽഡുകൾക്കൊക്കെ ജോലികൾ കിട്ടാനുള്ള സാധ്യത ഉണ്ട്. ആ സാധ്യത എന്ന് പറയുന്നത് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി ആയതുകൊണ്ടും ഇവിടെ തേർഡ് കൺട്രി നാഷണൽസ് ഓൾറെഡി പ്രൂവ് ചെയ്ത് അവരുടെ എക്സലൻസ് പ്രൂവ് ചെയ്തതുകൊണ്ട് അവർ കുറച്ച് വെൽക്കമിംഗ് ആണ്. ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി ആയതുകൊണ്ട് നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ജോലിക്ക് കയറാൻ പറ്റും. ഒരു ജോലിയും കിട്ടാതെ മാൾട്ടയിൽ നിന്ന് പോകേണ്ട ഒരു ഗതികേട് വരുന്ന ചാൻസ് കുറവാണ്. ഇപ്പോൾ ലാറ്റ്വിയ ലിത്വാനിയൊക്കെ ആണെങ്കിൽ അവിടെ നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു 50% സ്ട്രഗിൾ മതി മാൾട്ടയിൽ ഒരു ജോബ് കിട്ടാനായിട്ട്. ഇനി ഇവിടെ ജോബ് ചെയ്തുകൊണ്ട് നമുക്ക് മറ്റുള്ള ഷെങ്കൻ സോണിലേക്ക് മാറാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. മൾട്ടീസ് കാർഡ്, TRP കാർഡ്, ബാക്കി ഏത് കൺട്രി വേണമെങ്കിലും നമുക്ക് കൊണ്ട് കൺവേർട്ട് ചെയ്യാം. നേരത്തെ നമ്മൾ പറഞ്ഞ കാറ്റഗറിയിൽ എന്തെങ്കിലുമൊക്കെ ജോലി കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ് കയറി വരുന്നവർക്ക് മാൾട്ട ഒരു നല്ല ഡെസ്റ്റിനേഷനാണ്. പക്ഷെ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട്. മാൾട്ട ചൂസ് ചെയ്യുന്നതിന് മുമ്പേ അത്ര ഈസി പീസി അല്ല, ബട്ട് സ്റ്റിൽ പോസിബിലിറ്റീസ് ഉണ്ട്. നഴ്സിംഗിൻ്റെ കാര്യം ഇവിടെ എടുത്ത് പറയേണ്ടതാണ്. അതിപ്പോൾ വർക്ക് കാറ്റഗറിയിലാണെങ്കിലും സ്റ്റഡീസിന് വരുന്നതാണ്. മറ്റല്ലോ എല്ലാ നഴ്സിനെയും കൂടെ നമ്മൾ ചേർത്ത് വെച്ചാലും അതിൻ്റെ ഭൂരിഭാഗവും മലയാളി നഴ്സുമാരാണ്. എന്തുകൊണ്ടെന്നോ, ഇവിടെ നഴ്സുമാർക്ക് നാട്ടിൽ നിന്ന് ഡയറക്റ്റ് ജോബിനായിട്ട് വരാൻ പറ്റും. അതായത് ഇപ്പോൾ നാട്ടിലെ നഴ്സുമാരുണ്ടെന്നുണ്ടെങ്കിൽ ഒരു മിനിമം OET സ്കോറും IELTS മിനിമം എനിക്ക് തോന്നുന്നു 6 ആണ് തോന്നുന്നു ഓവറോൾ വേണ്ടത്. IELTS OET ഏതെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ കയറി വന്ന് ബ്രിഡ്ജിങ് കോഴ്സ് ഉണ്ട്, ഒരു 6 months കോഴ്സ് ഉണ്ട്. ആ കോഴ്സ് ചെയ്ത് 1 year ഫ്രെയിമിനകത്ത് ഇവിടുത്തെ ഒരു ഇൻ്റർവ്യൂവും കഴിഞ്ഞ് മാൾട്ടയിലെ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് നമുക്ക് വർക്ക് ചെയ്ത് തുടങ്ങാൻ പറ്റും. അത് നാട്ടിൽ GNM ആയിക്കോട്ടെ, BSc നേഴ്സുമാരായിക്കോട്ടെ, ഇവിടെ വന്ന് ബ്രിഡ്ജിങ് ചെയ്ത് നമുക്ക് നേഴ്സായിട്ട് വർക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഇനി അങ്ങനെ കയറി വരുന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി ആയതുകൊണ്ടും ഷെങ്കൻ സോൺ ആയതുകൊണ്ടും ഒരുപാട് പേര് ഒരുപാട് കാലങ്ങളായിട്ട് ഇവിടെ നേഴ്സുമാരായിട്ടുണ്ട്. ഇവിടെ വന്ന് 1-2 വർഷം നിന്നിട്ട് ഇവിടെ നിന്ന് ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച് ജർമ്മനിയിലേക്ക് പോകുന്നവരും വീണ്ടും IELTS എഴുതി ഓസ്ട്രേലിയയിലേക്കോ UK NHS പ്രോഗ്രാം വഴി പോകുന്നവരുണ്ട്. ന്യൂസിലൻഡിലേക്കൊക്കെ മാറിയവർ ഒരുപാട് പേരുണ്ട്. അയർലൻഡും ന്യൂസിലൻഡും ഒക്കെ ഒരു സ്വീറ്റ് സ്പോട്ടാണ് നേഴ്സുമാരുടെ ഇവിടെ വന്നിട്ട് മാറാനായിട്ട്. അങ്ങനെ ആയിരുന്നു ഇവിടെ നടന്നുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ, അങ്ങനെ ആയിരുന്നു, ഇപ്പോഴും അങ്ങനെ തന്നെയാണ് എൻ്റെ അറിവിൽ. പിന്നെ സ്റ്റുഡൻസിന് നേഴ്സിംഗ് പഠിക്കാൻ വരാനായിട്ട് നല്ലൊരു ആംബിയൻസ് സ്പോട്ടാണ്. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയാണ്. പഠിച്ചു കഴിഞ്ഞാൽ ഇവിടെ തന്നെ നേഴ്സായിട്ട് ജോലിക്ക് കയറാൻ പറ്റും. പഠിപ്പിക്കുന്നത് ഇംഗ്ലീഷിലാണ്. പിന്നെ അഫോർഡബിൾ ആണ് നേഴ്സിംഗ് പഠിക്കാനായിട്ട്. ഇവിടെ പ്രധാനമായിട്ട് നേഴ്സിംഗ് പഠിക്കാനുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് മാൾട്ടയും MCAST കോളേജുമാണ് പ്രധാനമായിട്ട്. പിന്നെ ഐഡിയ അക്കാഡമിയും ഉണ്ട്. കുഴപ്പമില്ലാത്ത ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയാണത്. നേഴ്സിംഗ് പഠിക്കാനായിട്ട് വരുമ്പോൾ IELTSൻ്റെ OETയുടെ ആവശ്യമില്ല. ഇവിടെ വന്നിട്ട് നേഴ്സിംഗ് കഴിഞ്ഞ് ഡയറക്റ്റ് നമ്മൾ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും നമുക്ക്. ഇനി അത് കഴിഞ്ഞ് ഇവിടുത്തെ ഒരു 1 year 2 year എക്സ്പീരിയൻസ് ആയതിനു ശേഷം നമുക്ക് ഇവിടെ നിന്ന് ഇനി മറ്റുള്ള യൂറോപ്യൻ കൺട്രീസിലേക്കോ അതർ ദാൻ യൂറോപ്പ്, അതായത് ഇപ്പോൾ അയർലൻഡോ ന്യൂസിലൻഡോ US ഒക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ IELTS എഴുതി അതിൻ്റെ ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്തിട്ട് ഇവിടുന്ന് മൂവ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ കാരണങ്ങളാണ് നേഴ്സസിനും നേഴ്സിങ്ങിനും മാൾട്ട ഒരു നല്ല ഓപ്ഷനാണെന്ന് ഞാൻ പറയാനുള്ള കാരണങ്ങൾ. ഇനി ഞാൻ പറഞ്ഞത് എൻ്റെ പരിമിതമായ അറിവിൽ നിന്നുള്ള കാര്യങ്ങളാണ്. ഇനി ഇതിനെ പറ്റിയിട്ട് കൂടുതൽ പറയാനോ അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും പറയാനോ അറിയുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. കൂടുതൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, ഞാനത് ക്ലാരിഫൈ ചെയ്യാനും ശ്രമിക്കാം. ഇനി വർക്ക് വിസയുടെ കാര്യം പറയുകയാണെങ്കിൽ കാലാകാലങ്ങളായിട്ട് മലയാളികളും പിന്നെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആൾക്കാരും പിന്നെ അതർ കൺട്രി നാഷണൽസും വന്ന് ചേക്കേറുന്ന ഒരു സ്ഥലം കൂടെയാണ് മാൾട്ട. അത് മാൾട്ടയിൽ മാൾട്ടയിൽ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, കുറച്ച് നാൾ ഇവിടെ നിന്ന് വർക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് മറ്റുള്ള കൺട്രീസിലേക്കൊക്കെ ചാടാൻ വേണ്ടിയിട്ടാണ്. ബെറ്റർ ഓപ്പർച്യൂണിറ്റി നോക്കാൻ വേണ്ടിയിട്ട്. കേരളത്തിലെ ഒരുപാട് ഏജൻസീസ് പ്രൊമോട്ട് ചെയ്ത് ഒരു സമയത്ത് അൺസ്കിൽഡ് കാറ്റഗറിയിൽ എസ്പെഷ്യലി കൺസ്ട്രക്ഷൻ, പിന്നെ ഡ്രൈവിങ്, എസ്പെഷ്യലി ക്യാബ് ഡ്രൈവർ, ഹെവി ഡ്രൈവേഴ്സ്, പിന്നെ ഫാക്ടറി വർക്ക്, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് നിരവധി മേഖലകളിൽ ഒരുപാട് പേര് റിക്രൂട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു കൺട്രി ആയിരുന്നു മാൾട്ട. പക്ഷേ ഈ അടുത്തിടയ്ക്ക് എനിക്ക് 2023 ഇതിനെല്ലാം റെഗുലേഷൻസ് വന്നു. ഇവിടോട്ട് ആൾ കൂടുന്നത് കൊണ്ട്, ഇവരുടെ പോപ്പുലേഷൻ കൂടുന്നത് കൊണ്ടും ഇവിടെ ഉള്ളവർക്ക് ജോലി കിട്ടാത്തൊരു സാഹചര്യം വരുന്നത് കൊണ്ടും ഇവരുടെ മിനിമം വേജസ് കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നു. നമ്മൾ മാത്രമല്ല, നമ്മളിവിടെ വന്നപ്പോൾ ഇവർക്ക് നേരത്തെ ഇവിടെ നല്ല സാലറി ആയിരുന്നു. 2018 മുതൽ 2022 വരെ നല്ല കാലഘട്ടമായിരുന്നു മാൾട്ടയിൽ. മാൾട്ടയിൽ വന്നവർ അത്യാവശ്യം നല്ല കാശ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു, അത്യാവശ്യം നല്ല സാലറി ഉണ്ടായിരുന്നു, ലിവിങ് സ്റ്റൈലും നല്ലതായിരുന്നു. പക്ഷേ ഈ ഫിലിപ്പിനോസും നേപ്പാളീസൊക്കെ വന്നു തുടങ്ങിയപ്പോഴത്തേക്ക്, ഏഷ്യൻസ് ഇങ്ങനെ ഒരുപാട് വന്നു തുടങ്ങിയപ്പം ഇവിടെ കുറഞ്ഞ സാലറിയിൽ കൂടുതൽ വർക്ക് ചെയ്യാനായിട്ട് ആളുകൾ തയ്യാറായി തുടങ്ങി. അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇവിടുത്തെ ഒരു ആവറേജ് സാലറി കുറയാൻ തുടങ്ങി. മാൾട്ടീസുകാർ തന്നെ ഐലൻഡ് വിട്ട് പോകാനും തുടങ്ങി. അപ്പോൾ അങ്ങനത്തെയൊക്കെ സാഹചര്യം വന്നപ്പോൾ ഇതിനൊക്കെ റെഗുലേഷൻസ് കൊണ്ടുവന്നു. പിന്നെ ഇവിടെ പൊളിറ്റിക്സ് ആണ് ഇവിടുത്തെ മെയിൻ. നമ്മുടെ നാട്ടിലേക്കാട്ടിലും കറപ്റ്റഡ് ആയിട്ടുള്ള അഴുക്ക പൊളിറ്റിക്സ് ആണ് ഇവിടെ നിന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ കുറേ റെസ്ട്രിക്ഷൻസ് വന്നപ്പോൾ ഈ വർക്ക് വിസ എന്ന് പറയുന്ന സാധനത്തിന് റെഗുലേഷൻസ് വന്നു. സ്കിൽഡ് കാറ്റഗറിക്ക് എപ്പോഴും വർക്ക് വിസകൾ കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ പഠിച്ചിട്ട് വന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ജോലികൾ കിട്ടാൻ മാൾട്ടയിൽ പോസിബിലിറ്റീസ് ഉണ്ട്. പിന്നെ നമ്മുടെ നാട്ടിൽ നിന്നാണെങ്കിലും ഗൾഫിൽ നിന്നാണെങ്കിലും ഡയറക്റ്റ് കമ്പനീസ് ട്രൈ ചെയ്ത് ലിങ്ക്ഡിൻ വഴിയൊക്കെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ഡയറക്റ്റ് സ്പോൺസർഷിപ്പ് കിട്ടുകയാണെങ്കിൽ ഇപ്പോഴും ആൾക്കാർ വർക്ക് വിസയിൽ വരുന്നുണ്ട്. പക്ഷേ ഏജൻസി ത്രൂ റിക്രൂട്ട്മെൻറ്റ്സ് ഭയങ്കരമായിട്ട് റെഗുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു സമയത്ത് നാട്ടിലുള്ള ഏജൻസീസും ദുബായിലുള്ള ഏജൻസീസും നല്ല രീതിയിൽ കാശുണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു മേഖലയായിരുന്നു മാൾട്ട വർക്ക് വിസ കാറ്റഗറി. പക്ഷേ ഇപ്പോൾ അത് റെഗുലേറ്റഡ് ആണ്. ഇപ്പോഴും എനിക്കറിയാം 2-3 തവണ അപ്ലൈ ചെയ്തിട്ട് റിജക്ഷൻ ആയവരും 1 വർഷം 2 വർഷമായിട്ടും പ്രിൻസിപ്പൽ അപ്രൂവൽ വരാതിരിക്കുന്നവരും വർക്ക് വിസയ്ക്കൊക്കെ അപ്ലൈ ചെയ്ത് കാശ് കൊടുത്തിട്ട് ഒരനക്കം ഇല്ലാത്തവരും. എനിക്ക് തോന്നുന്നു
നൂറുകണക്കിനല്ല, ആയിരക്കണക്കിന് ആൾക്കാരിൽ മുകളിൽ കാശ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇതുവരെ ഒരു അപ്ഡേറ്റ് കിട്ടാതിരിക്കുന്നവരുണ്ട്. ഒരുപാട് ഏജൻസ് നശിച്ചു പോയതിൻ്റെ കാരണവും ഈ മാൾട്ട തന്നെയാണ്, അല്ലെങ്കിൽ മാൾട്ടയിലെ ഈ റൂൾസ് ചേഞ്ചസ് ആണ്. അപ്പോൾ വർക്ക് വിസയുടെ ഒരു ഹോൾസം ഐഡിയ എന്ന് പറയുന്ന ഇതാണ്. ഇപ്പോഴും ഞാൻ പറയുന്നത് സ്കിൽഡ് കാറ്റഗറിയിലുള്ള ആളുകൾക്ക് ഡയറക്റ്റ് ജോബ് കിട്ടി വരാനുള്ള ചാൻസസ് ഉണ്ട് മാൾട്ട. ഇവിടെ അത്യാവശ്യം നല്ല സാലറിയിൽ ജോലി ചെയ്യുന്നവരുണ്ട്, എന്നാൽ പരിതാപകരമായ അവസ്ഥയിൽ ജോലി ചെയ്യുന്നവരുണ്ട്. എനിക്കൊന്ന് ഇപ്പം 2024 കുറച്ച് ബെറ്റർ ആയിട്ടുണ്ട് ഇവിടുത്തെ ഒരു ലിവിങ് സ്റ്റൈലൊക്കെ. 2020 ഞാൻ വരുന്ന സമയത്ത് ഒരു ബെഡ്റൂം കിട്ടാൻ തന്നെ പാടായിരുന്നു. മറ്റേ ഗൾഫിലെയൊക്കെ പോലെ തന്നെ പ്രവാസികൾ ജീവിക്കുന്ന പോലെ ഒരു റൂമിൽ 5-6 ബങ്ക് ബെഡുകളിട്ട് അങ്ങനത്തെ അവസ്ഥയിൽ ഭയങ്കര തിങ്ങി പാർത്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയുള്ളവരെയൊക്കെ തേടി പിടിച്ച് പോലീസ് ഡീപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വന്നതിന് ശേഷം ഒരുപാട് ചേഞ്ചസ് ഉണ്ടായി എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. ഞാൻ വന്ന സമയത്ത് ഒരു റൂം കിട്ടാൻ ഭയങ്കര ടഫായിരുന്നു. ഇപ്പം പിന്നെയും കിട്ടുന്നുണ്ട്. അപ്പോൾ വർക്ക് വിസ നോക്കുമ്പോൾ ഇങ്ങനെയുള്ളൊരു സാഹചര്യം കൂടെ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. പിന്നെ മാൾട്ടയിൽ ഞാൻ കണ്ട മറ്റൊരു അഡ്വാൻറ്റേജ്, ഇപ്പോൾ ജർമ്മനിയിലോ സ്വീഡനിലോ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒരു ജോബ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, നമുക്കൊരു വാലിഡ് വിസയിൽ ഓൾറെഡി നമ്മൾ അവിടെ ഉണ്ടെങ്കിൽ, നമ്മൾ വർക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്ത് വർക്ക് വിസ കിട്ടുന്ന വരെ ആപ്ലിക്കേഷൻ ഇട്ടതുകൊണ്ട് മാത്രം നമ്മൾ അവിടെ നിൽക്കാൻ ലീഗലാവില്ല. നമുക്ക് അവിടുത്തെ വിസ ഇഷ്യൂ ചെയ്താൽ മാത്രമേ നമുക്ക് അവിടെ നിൽക്കാൻ ലീഗലാവത്തുള്ളൂ. മാൾട്ടയിലാണെങ്കിൽ ഞാനിപ്പോൾ നേരത്തെ കാലഘട്ടത്തിൽ ടൂറിസ്റ്റ് വിസയിലോ ഏതെങ്കിലും ഒരു വിസ സ്റ്റേറ്റസിൽ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ, അത് ടൂറിസ്റ്റ് ആവാം, സ്പൗസ് ആകാം, എന്തെങ്കിലും ഒരു വിസ സ്റ്റേറ്റസിൽ ഞാൻ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനൊരു ജോലി കണ്ടുപിടിച്ചു. ഇപ്പം നാളെ എൻ്റെ വിസ എക്സ്പയർ ആവുകയാണെങ്കിലും എനിക്ക് ഇന്ന് വിസ ആപ്ലിക്കേഷൻ ഇവിടെ വെക്കാൻ പറ്റും. അതായത് ഇന്ന് എനിക്ക് പുതിയ വിസയ്ക്ക് അപ്ലൈ അല്ലെങ്കിൽ പുതിയ കോൺട്രാക്ട് വെച്ചിട്ട് ഇവിടുത്തെ ഹൗസിംഗ് അതോറിറ്റി, അതായത് നമ്മൾക്ക് റെൻ്റൽ എഗ്രിമെൻറ്റ്, അതിൻ്റെ രജിസ്റ്റർഡ് റെൻ്റൽ എഗ്രിമെൻറ്റ്, മെഡിക്കലൊക്കെ വെച്ചിട്ട് പേപ്പേഴ്സ് നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഐഡൻറ്റിറ്റി മാൾട്ട എന്നാണ് ഇവിടുത്തെ ഇമിഗ്രേഷന് പറയുന്നത്, നമ്മൾ അതിൽ നമ്മുടെ സബ്മിഷൻ വെച്ച് കഴിഞ്ഞാൽ നാളെ എൻ്റെ വിസ എക്സ്പയർ ആയാലും ഇന്നു മുതൽ ഞാൻ ഇവിടെ ലീഗലാണ്. എനിക്ക് ലീഗലി മാൾട്ടയിൽ നിൽക്കാനുള്ള പെർമിഷനുണ്ട്. ഇത് ഞാൻ മറ്റുള്ള യൂറോപ്യൻ കൺട്രിയിൽ അങ്ങനത്തെ ഒരു സംഭവം ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് മാൾട്ടയുടെ വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ടൂറിസ്റ്റ് വിസയിൽ കൺവേർട്ട് ചെയ്ത് ഇവിടെ വന്ന് വിസ കൺവേർട്ട് ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ ഇപ്പോൾ ടൂറിസ്റ്റ് വിസകൾക്കും ഇവർ ഭയങ്കര റെഗുലേറ്റഡ് ആണ്. ഇങ്ങനെയുള്ള ആൾക്കാരെ നൈസായിട്ട് തൂക്കുകയും വിസ അപ്രൂവൽ കൊടുക്കാതിരിക്കുകയും ബ്ലൂ പേപ്പർ കിട്ടാതിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കഴിഞ്ഞ വർഷം വരെ ഒരുപാട് ഉടായ്പകളും ലൂപ്പ് ഹോൾസും ഉണ്ടായിരുന്നു. മാൾട്ടയിൽ വന്ന് സെറ്റിൽ ആകാനുള്ള സാധ്യത കൂടുതലായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യങ്ങളിൽ എല്ലാം റെഗുലേറ്റഡ് ആണ്. ഇവിടെയുള്ള ആളുകളുടെ ലിവിങ് സ്റ്റൈൽ കുറച്ചും കൂടെ ബെറ്റർ ആയി വരുന്നു. വർക്കിംഗ് കൾച്ചറും കുറച്ചുകൂടെ ബെറ്റർ ആയി വന്നുകൊണ്ടിരിക്കുന്നു. ഒരു സമയത്ത് പ്രോപ്പർ ഗൾഫായ പോലത്തെ ഒരു ഫീൽ ആയിരുന്നു ഇവിടെ. പിന്നെ എൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കറിയാം, ഈ സമയത്ത് ഇപ്പോൾ സമ്മറാണ്, ഇപ്പോൾ എല്ലാം ഒരു മരുഭൂമി പോലത്തെ ഒരു അവസ്ഥ. മരുഭൂമിയല്ല, ഒരു ടിപ്പിക്കൽ ഒമാൻ സൗദി വൈബാണ്. പിന്നെ ചില സ്ഥലമൊക്കെ കണ്ടുകഴിഞ്ഞാൽ ആന്ധ്രാപ്രദേശ് വൈബാണ്. പക്ഷേ വിൻ്ററിൽ ഇവിടെ സൂപ്പറാണ്. ഞാൻ ചിലപ്പോൾ പറ്റുമെന്നെങ്കിൽ ഞാൻ എൻ്റെ വീഡിയോസ് കുറച്ച് അറ്റാച്ച് ചെയ്യാം. കാരണം വിൻ്ററിലെല്ലാം പച്ചപ്പും ഹരിതാപവും ഒക്കെ ആയി നല്ല ക്ലൈമറ്റ് ആയിട്ട് ഇരിക്കും. പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റ് വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ മെഡിറ്ററേനിയൻ ക്ലൈമറ്റ് ആണ്. നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന പോലത്തെ ഒരു ഫീൽ നമുക്ക് ഇവിടെ കിട്ടും. മലയാളികളെ കൊണ്ട് തിങ്ങി നിറഞ്ഞൊരു സ്ഥലമാണ്. ഇന്ത്യക്കാരും ഇഷ്ടംപോലെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നാട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു ഫീൽ ഇവിടെ ഉണ്ടാകത്തില്ല. വേറെ മാൾട്ടയെ പറ്റി പറയുകയാണ്, ഇവിടെ നമുക്ക് എല്ലാ കാര്യങ്ങളും കിട്ടും. ഫുഡിന് ഫുഡ്, വണ്ടിക്ക് വണ്ടി, വീടിന് വീട്, എല്ലാ സാധനങ്ങളും നമുക്കിവിടെ കിട്ടും. നമുക്ക് നാട്ടിൽ നിന്ന് ഒരു ഫുഡും മിസ്സാകത്തില്ല. നമ്മൾ ഗൾഫിലൊക്കെ ഇപ്പോൾ ദുബായിലോ സൗദിയിലോ ഒക്കെ നിൽക്കുമ്പോൾ നമുക്ക് നാട്ടിലെ ഫുഡ് മിസ് ചെയ്തില്ലെന്ന് പറയത്തില്ല. അതുപോലെ നമുക്ക് ഇവിടെ നാട്ടിലെ ഫുഡ് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടില്ല. പല യൂറോപ്യൻ കൺട്രിയിലും നമുക്ക് ഒതൻറ്റിക് മലയാളി ഫുഡ്സ് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഇവിടെ അത് കിട്ടും, പ്രശ്നമില്ല. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ലിവിങ് കോസ്റ്റ് അത്യാവശ്യം നല്ല കൂടുതലാണ്. ഇപ്പോൾ ഞാൻ ജർമ്മനിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പം മാൾട്ടയും എനിക്ക് ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടാണ് ഇവിടെ ലിവിങ് കോസ്റ്റ് തോന്നിയത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് അത്യാവശ്യം നല്ലൊരു അപ്പാർട്ട്മെൻറ്റ് എടുത്തിരിക്കണമെങ്കിൽ മന്ത്ലി ഷെയറിംഗ് അപ്പാർട്ട്മെൻറ്റിൽ പോലും നമുക്കൊരു 300 to 400 euro ആവും. ഫുഡിന് അനദർ 100-150 euro ആവും. അപ്പോൾ ഒരു ആവറേജ് ഏറ്റവും കുറഞ്ഞ ചില ആൾക്കാർ ഇവിടെ 150 euro 120 euroക്കൊക്കെ റൂമിൽ നിൽക്കുന്നവരുണ്ട്. അതൊക്കെ അത്ര ഭാഗ്യമാണ്. ഞാനൊരു ആവറേജ് ഇതാണ് പറയുന്നത്. 250 to 350 വരും റൂം കോസ്റ്റ്. പിന്നെ ഫുഡിനും കാര്യങ്ങൾക്ക് അനദർ ഒരു 150 to 200 വരെയൊക്കെ പോകാം. അപ്പോൾ അതൊക്കെ എക്സ്പെക്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ വർക്ക് വിസയുടെ ഒരു ഐഡിയ ഇതാ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓൾറെഡി യൂറോപ്പിലുള്ള ഒരാളാണെങ്കിൽ സ്റ്റുഡൻറ്റ് വിസയൊക്കെ കഴിഞ്ഞിട്ട് സ്റ്റേ ബാക്ക് പീരീഡിലാണെങ്കിൽ ഇവിടെ വന്ന് ജോലി കണ്ടുപിടിച്ച് വിസ കൺവേർട്ട് ചെയ്യാൻ പാടില്ല. പിന്നെ ഓൾറെഡി വർക്ക് വിസയിൽ നിൽക്കുന്നവരാണെങ്കിലും ഇങ്ങോട്ട് വന്നിട്ട് വർക്ക് കണ്ടുപിടിച്ച് മാറാൻ പറ്റും. പിന്നെ ലൂപ്പ് ഹോൾസ് കുറേ ഉണ്ടായിരുന്നു. ടൂറിസ്റ്റ് വിസകളിലൊക്കെ കൺവേർട്ട് ചെയ്യുന്ന സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഇവിടെ എത്തിയിട്ട് ഇല്ലീഗൽ സ്റ്റേറ്റസിലൊക്കെ നിന്ന് കൺവേർട്ട് ചെയ്യുന്ന പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാം റെഗുലേറ്റഡ് ആയതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ പ്രൊമോട്ട് ചെയ്യുകയോ അതിനെ പുഷ് ചെയ്യുകയോ എൻകറേജ് ചെയ്ത് നിങ്ങൾക്ക് വെറുതെ ഹോപ്പ് തരുന്നില്ല. ഉള്ള കാര്യം മാത്രം പറഞ്ഞാൽ മതിയല്ലോ. നിങ്ങൾ മാൾട്ട വന്നിട്ട് ഏകദേശം 8 വർഷത്തെ കാലഘട്ടമായി. നിങ്ങൾക്ക് മാൾട്ടയെ പറ്റി എന്താണ് ഫീൽ ആയിട്ടുള്ളത്? ഞാൻ ഏകദേശം 1-2 ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്തതിന് ശേഷമാണ് മാൾട്ടയിൽ വരുന്നത്. ഒമാൻ അതുപോലെ ദുബായിലൊക്കെ കുറച്ച് കാലം ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് മാൾട്ടയിൽ വരുന്നത്. അപ്പോൾ ആ ഗൾഫ് കൺട്രീസിനൊക്കെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ മാൾട്ട എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. മാൾട്ട നല്ലൊരു ജോലി ചെയ്യുന്നവർക്കും ബിസിനസ് ചെയ്യുന്നവർക്കും എല്ലാവർക്കും നല്ലൊരു സ്ഥലമായിട്ടാണ് എനിക്ക് മാൾട്ടനെ ഫീൽ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് ഫീലാണ്? തീർച്ചയായിട്ടും എനിക്ക് പോസിറ്റീവ്. പക്ഷെ മാൾട്ട വന്നതിന് ശേഷം എപ്പോഴെങ്കിലും ഒരു നെഗറ്റീവ് സാഹചര്യം നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ?
എനിക്ക് അങ്ങനെ നെഗറ്റീവ് സാഹചര്യം ഫേസ് ചെയ്യേണ്ടത്. പക്ഷെ എനിക്ക് മാൾട്ടിന്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മളൊരു വിദേശ രാജ്യത്താണ് ജോലി ചെയ്യുന്നത് എന്നുള്ളൊരു ഫീല് നമുക്ക് മാൾട്ടിൽ വരുന്നില്ല. നമുക്ക് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ മാൾട്ട എല്ലാം നമ്മുടെ ഈ ഒരു ഉള്ളകൈയിലുള്ളത് പോലെയാണ് മാൾട്ട എന്ന് പറഞ്ഞാൽ. എല്ലാം ആക്സസബിൾ ആണ്. ഇപ്പോൾ നമുക്ക് എന്ത് ആവശ്യങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിലും ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് മാക്സിമം ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന രീതിയിൽ അത് മാൾട്ടിന്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ ചെയ്തിട്ടുള്ളത്. നിങ്ങളിപ്പോൾ മാൾട്ട വന്നിട്ട് വർഷങ്ങളായല്ലോ, നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് എന്താണ് മാൾട്ടനെ പറ്റിയിട്ട്? മാൾട്ടനെ പറ്റിയിട്ട് നല്ല എക്സ്പീരിയൻസ് ആണ്. എന്ന് വെച്ചാൽ നമ്മൾ ജീവിതം മാറ്റിമറിച്ചതും നമ്മുടെ ജീവിതത്തിൽ നല്ല ക്വാളിറ്റീസും കാര്യങ്ങളൊക്കെ വന്നതും മാൾട്ട കാരണമാണ്. ഓക്കെ, പിന്നെ കുറേ ഡിഫിക്കൽട്ടി ഉണ്ടായിരുന്നു അറ്റ് ദ ബിഗിനിങ്. പിന്നീട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എവറിത്തിങ് കംസ് ഗുഡ്. മാൾട്ടയിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ടിങ് ഫാക്ടർ ആയത് എന്താണ്? ഇവിടെ വന്നതിന് ശേഷം നിങ്ങളിപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഒരു ഡീപ് സ്റ്റഡീസും പിന്നെ റിസർച്ചും ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ഫോക്കസ് ചെയ്ത് നല്ല രീതിയിലുള്ള സ്റ്റെപ്പ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഇവിടെ വളരാൻ പറ്റും. ഒരു സ്റ്റുഡൻ്റ് ആയിട്ട് താൻ ഇവിടെ വന്നപ്പോൾ തൻ്റെ ഒരു എക്സ്പെക്ടേഷൻസ് വേഴ്സസ് റിയാലിറ്റി എന്തായിരുന്നു? നമുക്ക് ഒരു കൺട്രി ചൂസ് ചെയ്യുമ്പം അതനുസരിച്ച് കോഴ്സിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടാവണം. നമ്മൾ ഏജൻസിക്കാർ പറയുന്ന രീതിക്കുള്ള കോഴ്സ് അതെടുത്ത് വരില്ല. നമ്മളൊരു കോഴ്സ് ചൂസ് ചെയ്യുമ്പോൾ അതിനെപ്പറ്റി നമ്മൾ ഗൂഗിൾ ചെയ്ത് കുറച്ചൊരു ഐഡിയ ഉണ്ടായിരിക്കണം. പിന്നെ ഇവിടെ ഉള്ള വേക്കൻസിയും കാര്യങ്ങളൊക്കെ അതിനെപ്പറ്റിയൊക്കെ നോക്കിയിട്ട് വേണം കയറി വരാനായിട്ട്. പാർട്ട് ടൈം ഫൈൻഡിങ് ഒക്കെ ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നോ? നല്ല രീതി ഞാൻ കുറേ ട്രൈ ചെയ്തു, പക്ഷെ ഒന്നും റെഡി ആയിട്ടില്ലായിരുന്നു. ആണോ? പലപ്പോഴും ഏജൻസിക്കാർ നമ്മുടെ അടുത്ത് പല കോഴ്സുകളും പുഷ് ചെയ്ത് തരും. നമ്മൾ പല ഏജൻസികളെ അപ്രോച്ച് ചെയ്തിട്ട് പറയും ഒരു കോഴ്സ് ചൂസ് ചെയ്ത് തരുമോ? അങ്ങനത്തുള്ള ചോദ്യത്തിൽ തന്നെ അവർക്ക് ഏതാണോ കോൺട്രാക്ട് അവരുടെ ഉള്ളത് അത് നിങ്ങൾക്ക് പുഷ് ചെയ്ത് തരും. ഇവിടെ വരുമ്പോഴായിരിക്കും നിങ്ങൾ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ ഒരു കപ്പ് ഓഫ് ടീ അല്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളൊരു കോഴ്സ് ചൂസ് ചെയ്ത് അതേപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് വേണം നമ്മൾ ഏജൻസികളെ അപ്രോച്ച് ചെയ്യാനും അങ്ങനത്തെ കോഴ്സുകൾ എടുക്കാനും. പാർട്ട് ടൈം ഫൈൻഡിങ് ഒക്കെ നല്ല ഡിഫിക്കൽട്ടീസ് ഉണ്ട് ഇവിടെ എന്നുള്ളത് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞ കാര്യമാണ്. നീ ഇപ്പോൾ ഇവിടെ വന്നിട്ട് കുറേ നാളായില്ലേ? നിന്നോട് ഒരാൾ ചോദിക്കുകയാണ് മാൾട്ട എങ്ങനെയുണ്ട്, സജസ്റ്റബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് നിന്റെ അഭിപ്രായം? ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ചിട്ട് മാൾട്ട ഒരിക്കലും ഞാൻ സജസ്റ്റ് ചെയ്യില്ല. കാരണം എന്നോട് നാട്ടിൽ നിന്ന് കുറേ പിള്ളേർക്ക് മെസ്സേജ് ഉണ്ട്, ചേട്ടാ അവിടെ വന്നാൽ എങ്ങനെ കാര്യങ്ങളൊക്കെ. ഞാൻ അവിടെ പറയണത് അവരുടെ സ്വന്തം താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം വരിക. ഞാൻ പറഞ്ഞിട്ട് ഒരിക്കലും ആരും വരില്ല. കാരണം ഇപ്പം പഠിക്കാൻ വന്നാലും വർക്കിന് വന്നാലും രണ്ടുപേർക്കും ജോലി കിട്ടാൻ ഭയങ്കര ചാൻസ് കുറവാണ്. എന്താ അങ്ങനെ ജോലി കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ട് എന്താണെന്നാണ് തോന്നിയിട്ടുള്ളത്? ഇവിടെ അതുപോലെ ആൾക്കാരാണ് എന്ന് വെച്ചാൽ തേർഡ് കൺട്രീസ്. ഇപ്പൊ ഇന്ത്യക്കാരെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ എവിടെ ചെന്നാലും മലയാളികളുണ്ട്. അതാണ് ഇപ്പൊ എന്തുമാത്രം മലയാളി ഷോപ്പുകൾ തുടങ്ങിയത്. അതുപോലെ മലയാളീസും അതുപോലെ നേപ്പാളീസ്, ഫിലിപ്പീൻസ്, അങ്ങനെ കുറെ ആൾക്കാരുണ്ട് ഇവിടെ. അത്ര ആൾക്കാർ കൂടുന്നത് കൊണ്ട് ജോലി കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ജോലി കിട്ടാൻ അതുപോലെ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ഇവിടെ ഹാപ്പിയാണോ മാൾട്ടയില്? ഞാനിവിടെ ഹാപ്പിയാണ്. എൻ്റെ ജോലി വൈസ് നോക്കിയാലും എൻ്റെ ഫ്രണ്ട്സ് വൈസ് നോക്കിയെന്ന് പറഞ്ഞാലും ഞാൻ ഹാപ്പി തന്നെയാണ്. പിന്നെ നാട്ടിൽ നിന്ന് അൺസ്കിൽഡ് ആയിട്ടുള്ള ജോലിക്ക് വേണ്ടിയിട്ട് ഒരുപാട് ക്യാഷ് മുടക്കിയിട്ട് തന്നെ ആൾക്കാർ വരുന്നുണ്ട്. ഞാനും ആ ഒരു കാറ്റഗറിയിൽ തന്നെ കയറി വന്ന ഒരാളാണ്. പക്ഷേ ആദ്യ സമയത്തുണ്ടായിരുന്ന സ്ട്രഗിളിംഗ് ഒക്കെ എനിക്കിപ്പം വേണ്ടിയിട്ടൊന്നും. ഇപ്പൊ അത്രയും പൈസയൊക്കെ മുടക്കി വരുന്നവർക്ക് ഇവിടെ വന്നാൽ മുതലാവുന്നുണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് തിരിച്ചു പിടിച്ചു വരുമ്പോഴത്തേക്കിനും സമയമെടുക്കും. 1-2 വർഷങ്ങളൊക്കെ ചിലപ്പോൾ എടുത്തുനിന്ന് വരും. അപ്പോൾ ഈ നാട്ടിൽ നിന്ന് ഈ കടവും ബാധ്യതയൊക്കെ ഉള്ളവർ പ്രത്യേകിച്ച് ലോണൊക്കെ എടുത്ത് ഈ പൈസയൊക്കെ കൊടുത്ത് വരികയാണെങ്കിൽ നിങ്ങൾ സജസ്റ്റ് ചെയ്യുമോ? ഇല്ല, ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിന്റെ പേരിൽ തന്നെ നമ്മൾ വേറെ രീതിക്ക് നമ്മൾ സ്ട്രഗിൾ ചെയ്യേണ്ടി അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ട് ഒരുപാടുണ്ടാവും. അങ്ങനെയുള്ളവരെ കാണാറുണ്ടോ? പിന്നെ ഒരുപാട് കാണാറുണ്ട്. പിന്നെ ഓരോരുത്തരുടെയും ബുദ്ധിമുട്ട് ഞാൻ കേൾക്കാറുണ്ട്. മൂസിയെ, മാൾട്ട വന്നിട്ട് ഇത്രയും നാളായിട്ട് നിങ്ങൾക്ക് മാൾട്ടനെ പറ്റിയിട്ടുള്ള ഒരു അഭിപ്രായം എന്താണ്? എനിക്ക് എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് മാൾട്ട ഒരു സെക്കൻഡ് ഹോമാണ്. ഓക്കെ, വേറൊരു രാജ്യത്ത് ജോലി കിട്ടിയിട്ടും ഞാൻ ഇവിടെ ചൂസ് ചെയ്യാൻ കാരണം എനിക്ക് ഫ്രണ്ട് സർക്കിള് കാര്യങ്ങൾ ഒക്കെ ഉള്ളതുകൊണ്ട് ഒരു നാട്ടിലെ ഒരു ഫീല് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് വേറെ രാജ്യത്ത് പോകാൻ താല്പര്യമില്ല. ഇവിടെയാണ് കംഫർട്ട് സോൺ. ഇവിടെയാണ് കംഫർട്ട് സോൺ. ഓക്കെ, ഇനിയിപ്പോ പുതിയതായിട്ട് ആളുകളൊക്കെ മാൾട്ടയിലേക്ക് ഒരുപാട് പേര് കയറി വരാനായിട്ട് അന്വേഷിക്കുന്നുണ്ട്. അവരോടൊക്കെ മൂസിക്ക് പറയാനുള്ള ഒരു ഇതെന്താണ്? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പഴയ പോലെയല്ല. ഒരുപാട് ആൾക്കാർ ജോബില്ലാതെ ഇവിടെ വന്നിട്ടും ക്വാളിഫിക്കേഷനും കാര്യങ്ങളും ഉണ്ടായിട്ടും ജോബില്ലാതെ ഒരുപാട് ആൾക്കാർ ഉണ്ട് ഇവിടെ. ഏജൻസി ഇത്രയും ലക്ഷങ്ങളൊക്കെ കൊടുത്ത് വന്നിട്ട് ഇവിടെ അവരോട് പൈസ മേടിക്കുമ്പോൾ പറയുന്ന പോലെയല്ല ഇവിടെ വന്നു കഴിയുമ്പോൾ സാഹചര്യം ഭയങ്കര ഡിഫറൻസ് ആണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ ജോലിയൊക്കെ കിട്ടാൻ. സാഹചര്യത്തിൽ ബുദ്ധിമുട്ടാണ്. പക്ഷേ നമുക്ക് എല്ലാവരുടെ പോലെ എല്ലാ ചിലർക്ക് നന്നാവും കാര്യങ്ങൾ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുള്ള ഒരു ക്വാളിറ്റി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ജോലി കിട്ടും. ഓക്കെ, എൻ്റെ പേര് എലൻ. ഞാനിവിടെ മാൾട്ടയിൽ വന്നിട്ട് ഇപ്പോൾ 2
വർഷമായി. ഞാനൊരു ആർക്കിടെക്റ്റായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വരുന്നതിന് മുന്നേ ഞാൻ ഈ റിവ്യൂസ് നോക്കുന്നുണ്ടായിരുന്നു മാൾട്ടയെക്കുറിച്ച്. അപ്പോൾ ഒരു നോൺ മെഡിക്കൽ സ്റ്റാഫ് എന്ന രീതിയിൽ എനിക്കൊരു വ്ളോഗോ അല്ലെങ്കിൽ ഒരു റിവ്യൂവോ ഒന്നും കിട്ടിയിട്ടില്ലായിരുന്നു. ബിക്കോസ് നമ്മുടെ കുറേ ചേച്ചിമാരും ചേട്ടന്മാരും ഇവിടെ മെഡിക്കൽ സ്റ്റാഫായിട്ടല്ലേ വർക്ക് ചെയ്യുന്നത്. സോ അവരുടെയൊക്കെ എക്സ്പീരിയൻസസ് ഉണ്ടായിരുന്നു. ബട്ട് ഒരു എൻജിനീയർ അല്ലെങ്കിൽ ഒരു നോൺ മെഡിക്കൽ പ്രൊഫഷണലിൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എനിക്ക് ആസ് എ വുമൺ ആരും ഉണ്ടായിരുന്നില്ല തരാനായിട്ട്. മാൾട്ടയുടെ ജനറൽ ഒപ്പീനിയൻ ഇറ്റ്സ് ഗ്രേറ്റ്. ചൂടാണ്, സമ്മേഴ്സ് നല്ല സ്ട്രോങ് ആണ്, ബട്ട് ജനറലി ഇറ്റ് ഈസ് വെരി ഗുഡ്. നല്ല കാര്യങ്ങൾ ഒത്തിരി ഉണ്ട്. ലൈക്ക് ഇപ്പോൾ ഞാൻ മാൾട്ടയിൽ വന്നതിന് ശേഷം ഞാൻ പ്രഗ്നൻ്റ് ആയതും ഡെലിവറി ചെയ്തതും. സോ ഫ്രം ദ സ്റ്റാർട്ടിങ് എല്ലാ ഹെൽത്ത് കാര്യങ്ങളും ഫോർ ദ ഡെലിവറി ആൻഡ് ദ പ്രഗ്നൻസി എല്ലാം ഗവൺമെൻറ് തന്നെ ഏറ്റെടുത്തത്. സോ ഇറ്റ് വാസ് ഫ്രീ ഓഫ് ചാർജ്. അത് അമേസിങ് ആയിരുന്നു എനിക്ക്. ഓൾമോസ്റ്റ് 18 വീക്സ് ആണ് എനിക്ക് മെറ്റേണിറ്റി ലീവ് കിട്ടിയത്. ആൻഡ് അത് കഴിഞ്ഞ് കുഞ്ഞിനെ ഡേ കെയറിലാണ് അയച്ചത്. അപ്പോൾ ആ ഡേ കെയറും ഇവിടെ ഗവൺമെൻറ് ഫ്രീ ഓഫ് ചാർജ് ആണ് കവർ ചെയ്യുന്നത്. സോ ആസ് ലോങ് ആസ് യു പേ ടാക്സസ് ഡേ കെയർ ഈസ് ഫ്രീ ഓഫ് ചാർജ്. പിന്നെ വലുതായി ലൈക്ക് 3 ഇയേഴ്സ് കഴിഞ്ഞ് സ്കൂളിംഗ് സ്റ്റാർട്ട് ചെയ്യും ഇവിടെ മാൾട്ടയിൽ. ആൻഡ് ഇറ്റ്സ് ഫ്രീ സ്കൂളിംഗ് ഫോർ ചിൽഡ്രൻ ഹിയർ ഇൻ മാൾട്ട. ദ ഗുഡ് തിങ് ഈസ് നാഷണൽസിനും ജസ്റ്റ് ഇവിടുത്തെ സിറ്റിസൻസിനും നമുക്കും, നമ്മൾ എക്സ്പാറ്റ്സ് ആണെങ്കിൽ നമുക്കും റെസിഡൻറ്റ് കാർഡ് ഉണ്ടെങ്കിൽ ഈ റൈറ്റ്സ് ഈക്വൽ ആയിട്ടാണുള്ളത്. അല്ലാതെ റെസിഡൻസിൻ്റെ കൂടുതൽ അലവൻസും നമ്മൾ എക്സ്പാൻസിന് കുറവ് അലവൻസോ അങ്ങനെ ഒരു ഡിഫറൻസിയേഷനും ഇതുവരെ ഇല്ല. സോ ദാറ്റ് ഈസ് റിയലി നൈസ്. ഫ്രീ ചൈൽഡ് കെയർ ഇസ് സച്ച് എ ഗ്രേറ്റ് തിങ് കാരണം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നല്ലൊരു എമൗണ്ട് ആവും ഒരു മാസം കുഞ്ഞിനെ ചൈൽഡ് കെയറിൽ വിടാൻ. 1 വർഷം കഴിഞ്ഞ് ഇഫ് യു വർക്ക് ഫോർ 1 ഇയർ അത് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞ് നമുക്ക് പെണ്ണുങ്ങൾക്ക് ഓൾമോസ്റ്റ് 5,000 യൂറോസിൻ്റെ ടാക്സ് റിബേറ്റ് അല്ലെങ്കിൽ ടാക്സ് ഇളവ് കിട്ടും. സോ ദാറ്റ് ഈസ് ഓൾസോ വെരി നൈസ് തിങ്. പിന്നെ വേറൊരു വെരി ഗുഡ് തിങ് അബൌട്ട് മാൾട്ട ഈസ് മാൾട്ട ചെറുതാണ്. പിന്നെ ഫാമിലി ലൈഫ് മാൾട്ട ചെറുതായത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം യൂറോപ്പിൽ ബാക്കിയുള്ള രാജ്യങ്ങൾ വളരെ വലുതാണ്. ആൻഡ് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട് നമ്മുടെ ജോലി സ്ഥലവും കുഞ്ഞിൻ്റെ ഡേ കെയറും നമ്മുടെ വീടും എല്ലാം ഒരേ സ്ഥലത്താവാനുള്ളൊരു പോസിബിലിറ്റി വളരെ കുറവാണ് ബാക്കിയുള്ള രാജ്യങ്ങളിൽ. പക്ഷേ മാൾട്ടയിൽ ആ ചാൻസ് വളരെ ഹൈ ആണ്. നെഗറ്റീവായിട്ട് എന്താ മാൾട്ടയെക്കുറിച്ച് തോന്നിയേ അങ്ങനെ വല്ല ബാഡ് പോയിൻറ്റ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ കുറച്ച് കാര്യങ്ങളുണ്ട്. ലൈക്ക് ID കാർഡ് ഇഷ്യൂവൻസ്. ഈ ID കാർഡ് റിന്യൂവൽ അല്ലെങ്കിൽ ID കാർഡ് ആപ്ലിക്കേഷൻ പ്രോസസ്സ് അത് ഭയങ്കര തലവേദനയുള്ള ഒരു കാര്യമാണ് ഇവിടെ മാൾട്ടയിൽ. ഇറ്റ് ഈസ് നോട്ട് ഈസി ആൻഡ് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. ആൻഡ് എവറി ടൈം യു റൺ എ റിന്യൂവൽ ഒരു പോലീസ് ചെക്ക് ഉണ്ട്. പിന്നെ നമ്മുടെ ID കാർഡ് ഈസ് directly linked to the job or the place you work and the place you stay. സോ ഈ 3 കാര്യങ്ങൾ, നമ്മൾ താമസിക്കുന്ന സ്ഥലവും നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലവും നമ്മുടെ ID കാർഡും ഒരേ രീതിയിലാണ് ലിങ്ക് ആയിരിക്കുന്നത്. സോ അത് കാരണം ഇതിനകത്ത് എന്തെങ്കിലും ചേഞ്ച് വന്നാൽ അത് പുതുക്കാനും അതിന് റീഅപ്ലൈ ചെയ്യാനും ഒക്കെ ഭയങ്കര പ്രോസസ്സാണ്. ആൻഡ് ഇയർലി റിന്യൂവൽ ഈസ് ഓൾസോ വെരി ഡിഫിക്കൾട്ട് സംടൈംസ്. ചില സമയത്ത് അത് ആൻഡ് റിന്യൂ ചെയ്ത് വരാൻ ചില സമയത്ത് എനിക്കറിയുന്ന ആൾക്കാർ 8 മാസമൊക്കെ എടുത്ത്, 8 അല്ല ചില ആൾക്കാർക്ക് 11 മാസം എടുത്തിട്ടുണ്ട്. അത് ബാങ്കിങ് ഞാൻ വന്ന ടൈമിൽ എനിക്ക് ബാങ്കിൽ അപ്പോയിൻമെൻറ്റ് കിട്ടണമെങ്കിൽ, ഇവിടെ ഒരു അക്കൗണ്ട് തുടങ്ങണമെങ്കിൽ ഒരു 6 മന്ത്സ് ഞാൻ ഇവിടെ വർക്ക് ചെയ്ത് കഴിഞ്ഞ് ആ പേ സ്ലിപ്പ് കൊണ്ട് ചെന്നിട്ട് വേണം ഒരു അപ്പോയിൻമെൻറ്റ് എടുക്കാൻ. ആ അപ്പോയിൻമെൻറ്റ് എനിക്ക് 3 മാസം കഴിഞ്ഞാണ് കിട്ടിയത്. So again, depending on your salary, I think banking will be better for you if you get a higher salary. ഇല്ലെങ്കിൽ നോർമൽ സാലറി ആണെങ്കിൽ കുറച്ച് ടഫാണ് എന്നാണ് കേട്ടിട്ടുള്ളത്. പിന്നെ മാൾട്ടയിൽ ഒരു ലിമിറ്റേഷൻ എന്ന് പറഞ്ഞ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഫാമിലി സ്പോൺസർഷിപ്പിൻ്റെ ക്ലോസസ് ആണ് ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ. ഇവിടുത്തെ ലോസിൽ എഴുതിയിട്ടുണ്ട് ലൈക്ക് ഇത്രയും ഒരു മിനിമം ബേസിക് സാലറി നമുക്ക് ആവശ്യമുണ്ട് ഇയർലി, ഒരു ആനുവൽ സാലറി അവർ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഓരോ എത്ര ഫാമിലി മെമ്പർ, ഇപ്പോൾ ഞാൻ എൻ്റെ ഭർത്താവിനെയും എൻ്റെ കുഞ്ഞിനെയും സ്പോൺസർ ചെയ്യണമെങ്കിൽ എനിക്ക് ഇത്രയും ഒരു മിനിമം സാലറി ഞാൻ ഏൺ ചെയ്യണം ഫസ്റ്റ്. ആൻഡ് ആ സാലറിയുടെ ഒരു സെറ്റ് പെർസെൻറ്റേജ് ഓരോ ഓരോ ഫാമിലി മെമ്പറും വെച്ചാൽ എൻ്റെ ഭർത്താവിനും അത്രയും എമൗണ്ട് ഞാൻ സ്പോൺസർഷിപ്പിന് കാണിക്കണം, എൻ്റെ കുഞ്ഞിനും അത്രയും എമൗണ്ട് ഞാൻ എൻ്റെ സ്പോൺസർഷിപ്പിൽ കാണിക്കണം. അതൊക്കെ നമ്മൾ ആഡ് ചെയ്ത് വരുമ്പോൾ ചില സമയത്ത് വി വോണ്ട് ഹാവ്, നമുക്ക് അത്രയും സാലറി ഉണ്ടാവില്ല. ആൻഡ്
നമുക്കൊരു സെക്കൻഡ് കുഞ്ഞിനെ സ്പോൺസർ ചെയ്യണം എന്നുള്ള ഒരു തോട്ട് ഉണ്ടെങ്കിൽ you won't be able to sponsor. So ഈ ഒരു ലിമിറ്റേഷൻ കാരണം I know a lot of families have to send their children back to India. സോ അങ്ങനെ നമുക്ക് ഫാമിലി ആയിട്ട് ജീവിക്കണമെങ്കിൽ ഇവിടുത്തെ റൂൾസ് അനുസരിച്ചിട്ട് യു നീഡ് ടു ഹാവ് എ മിനിമം എമൗണ്ട് ഓഫ് സാലറി. ഇല്ലെങ്കിൽ ബോത്ത് പേരൻസ് വിൽ ഹാവ് ടു വർക്ക് ആൻഡ് ബോത്ത് വിൽ ഹാവ് ടു സ്പോൺസർ വൺ ചൈൽഡ് ഈച്ച്. അപ്പോൾ എന്ത് പറയുന്നു, അത്യാവശ്യം ഇൻഫർമേഷൻ പാക്ഡ് ആയിട്ടുള്ള ഒരു വീഡിയോ അല്ലായിരുന്നു ഇത്. ഈ 25 മിനിറ്റിന്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വർഷത്തെ എൻ്റെ എക്സ്പീരിയൻസും ഈ വീഡിയോയിൽ കണ്ട പലരുടെയും എക്സ്പീരിയൻസിൽ നിന്നും നമ്മൾ ചോദിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഇൻഫർമേഷൻസ് ഒക്കെ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. അപ്പോൾ 25 മിനിറ്റ് നിങ്ങൾ കണ്ട് ഇവിടെ വരെ എത്തിയെന്ന് എനിക്ക് അറിയത്തില്ല. ഇൻ കേസ് നിങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു കമൻറ്റ് ഇട്ടിട്ട് വേണം പോകാൻ. ഈ ഇൻഫർമേഷൻസ് യൂസ്ഫുൾ ആയെന്ന് തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വേണ്ട ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. പിന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സിന് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാം. അതിൽ എപ്പോഴും വീഡിയോസും കാര്യങ്ങളും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. യൂട്യൂബ് വീഡിയോസ് അത്രയ്ക്ക് അങ്ങോട്ട് നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല, സമയം കിട്ടാത്തത് കൊണ്ടാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനി കാണുന്ന വരെ എല്ലാവർക്കും മജ ബൈ.